ജയിലിൽ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. MDMA പോലുള്ള മാരക മയക്കുമരുന്ന് ജയിലിൽ എല്ലാ സെല്ലിലും സുലഭമായിട്ട് ഞാൻ ആദ്യമായിട്ട് കഞ്ചാവ് കാണുന്ന ജയിലിൽ വെച്ചാണ്. ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള ക്യാമ്പയിനുകളാണ് നടന്നു വരുന്നത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായിട്ടുള്ള പരിശോധനയും ഈ ദിവസങ്ങളിൽ നടന്നു വരുന്നു. കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്ത് വരികയാണ്. ഈ അവസരത്തിൽ സംസ്ഥാനത്ത് ജയിലുകളിലും ലഹരി ഉപയോഗിക്കുന്നതും അതിന് ഏറ്റവും ഒടുവിൽ കൂട്ടുനിൽക്കുന്നത് ഉദ്യോഗസ്ഥരാണെന്നുള്ള വെളിപ്പെടുത്തലുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായിരുന്നു അന്ന് ഈ ജയിലിൽ കണ്ട കാഴ്ചകൾ? ജയിലിൽ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. എന്തെന്ന് വെച്ചാൽ MDMA പോലുള്ള മാരക മയക്കുമരുന്ന് ജയിലിൽ എല്ലാ സെല്ലിലും സുലഭമായിട്ട് ഞാൻ ആദ്യമായിട്ട് കഞ്ചാവ് കാണുന്ന ജയിലിൽ വെച്ചാണ്. വേറെ ഒന്നുമല്ല, ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഈ കഞ്ചാവും അതുപോലെ തന്നെ MDMAയും കടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യം 3 ദിവസം വരുന്നുണ്ട് പുറത്തു നിന്ന്. അത് ടെൻഡർ കൊടുത്തിരിക്കുകയാണ്, വേറെ വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഈ മത്സ്യമൊക്കെ ശേഖരിക്കാൻ വിടുന്നത് തടവ് പുള്ളികളെയാണ്. അപ്പോൾ ഇവർ ഈ ഇറച്ചി പാചകം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം അങ്ങനെ കിട്ടുന്നുണ്ട്. അവർക്ക് ഈ മത്സ്യം കൊണ്ടുവരുമ്പോൾ ആരാണ് ഈ മത്സ്യത്തിൽ വെച്ച് കൊടുക്കുന്നത്? ഈ കൊണ്ടുവരുന്ന ആൾക്കാരുമായിട്ടുള്ള ടൈപ്പാണ്. ഇതെല്ലാം ഒരു ബിസിനസ്സാണ് ജയിലിൻ്റെ അകത്ത് നടക്കുന്നത്. കഞ്ചാവ്, അതുപോലെ ബ്രൗൺ ഷുഗർ, കഞ്ചാവ് ഓയിൽ, MDMA അതുപോലുള്ള മാരക മയക്കുമരുന്നുകൾ 1 തൊട്ട് 12 സെല്ലാണ് വിയൂർ സബ് ജയിലിലുള്ളത്. ഇതിൽ 1-ാം സെല്ല് ഒഴിച്ച് ബാക്കി എല്ലാ സെല്ലിലും കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വലിക്കാത്തവരെ പോലും വലിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇവർ. ഗുണ്ടായിസം പോലെ തന്നെയാണ്. കാരണം മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്കേയും കൂടെ നിർബന്ധിച്ച് വലിക്കുന്ന ഒരു പ്രവണതയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ലഹരി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ എല്ലാ തടവുകളിലേക്കും വിളിക്കാനുള്ള റൂളുണ്ട്. ഇവർ തന്നെ സെറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇന്ന ദിവസം കോടതി വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വന്ന് ഞങ്ങൾക്ക് സാധനം കൈമാറണമെന്ന് പറഞ്ഞ് ഈ എസ്കോട്ട് വരുന്ന പോലീസുകാരും അത്ര ശ്രദ്ധിക്കാറില്ല. ഇവർ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് പെട്ടി അടിക്കുക എന്നാണ് ഇതിന് പറയുന്നത്. അത് ഒരു 8 കൂട് വീടി കഞ്ചാവ് പൊതി ഈ പ്ലാസ്റ്റിക് കവറിൽ പിടിച്ച ചെറിയ ഡപ്പയുണ്ട്. ഡപ്പയ്ക്കകത്തുള്ള കഞ്ചാവ്, ഓയിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് തിരിച്ചു വരുമ്പോൾ ഇവർ കൊണ്ടുവരുന്നത്. ഈ മത്സ്യത്തിലുപരി മറ്റ് ഇപ്പോൾ മട്ടണൊക്കെ ജയിലിൽ വരാറുണ്ടല്ലോ, അതിലിങ്ങനെ കടത്താറുണ്ടോ? മട്ടണിലൊക്കെ ഒരുപാട് വരാറുണ്ട്. മട്ടണിലാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സന്ദർശിക്കാൻ വരുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ ബർമൂഡയ്ക്കകത്ത് രഹസ്യ കള്ളികൾ ഉണ്ടാക്കി ഒരുപാട് കഞ്ചാവും ബാക്കിയുള്ള ലഹരി വസ്തുക്കളും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആ ജയിലിൽ വരുന്നത്. അതിന് പരിശോധിക്കാനായിട്ട് ഇത് പരിശോധിച്ചല്ലേ ഉദ്യോഗസ്ഥരകത്ത് കയറുന്നത്? ഉദ്യോഗസ്ഥർക്ക് പകരം ഉദ്യോഗസ്ഥർ 2-3 മേശരിമാരെ നിയമിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സെല്ലൊക്കെ തുറന്നു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണ്. ഈ തടവുപുള്ളികളെ തന്നെ പോലീസുകാരെ പോലെ നിയോഗിച്ചിരിക്കുകയാണ്. ഇവരാണ് ഈ ബെർമുഡയും കാര്യങ്ങളുമൊക്കെ അകത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് കമ്മീഷനുണ്ട്. ക്യാമറകളൊന്നുമില്ല. ഞാൻ അവിടെ 160 ദിവസം കിടന്നിട്ടുണ്ടെങ്കിൽ ഈ 160 ദിവസം ഓരോ 1-2 സെല്ല് തൊട്ട് 11 സെല്ല് വരെ ഒരു ക്യാമറയും വർക്കിംഗ് അല്ല. അതുകൊണ്ട് അവർ ശുചിമുറിയിലൊന്നുമല്ല, പബ്ലിക്കായിട്ട് ചന്ദനത്തിരിയും കൊതുകുതിരിയും ഇഷ്ടം പോലെ അതിൻ്റെ അകത്തുണ്ട്. ഇതൊരു 3-4 എണ്ണം കത്തിച്ച് വെക്കും. അവർ വിളിക്കും, ഒരാളെ ആ സെല്ലിൻ്റെ അവിടെ നിർത്തും. പോലീസ് അങ്ങനെ യാദൃച്ഛികമായിട്ട് വന്നു കഴിഞ്ഞാൽ, വരാറില്ല, വന്നു കഴിഞ്ഞാൽ അവർ സിഗ്നൽ കൊടുക്കും, അപ്പോഴേ മാറ്റും. വലിയ 150 വർഷത്തിൽ മേലെ പരക്കമുള്ള ജാമ്പുവാൻ്റെ ബിൽഡിങ്ങാണ് വിയൂർ സബ് ജയിൽ. അതിൻ്റെ അകത്ത് ഹോളുണ്ട്, കല്ല് വെച്ച് അടച്ചു വെച്ചിരിക്കുക. ഓരോ കല്ല് വലിച്ചടച്ചിട്ട് ഇതിൻ്റെ അകത്ത് കുത്തിക്കയറ്റിയാണ് ഇവരെ ഇത് സൂക്ഷിക്കുന്നത്. സൈക്കാട്രി ഗുളിയുണ്ടല്ലോ, ഒരു അസുഖം ഇല്ലാത്തവൻ പോലും അവിടെ പോയ സൈക്കാട്രി പേഷ്യൻ്റായിട്ട് മാറിയിട്ട് അതിനൊരു ലഹരിയാണ്. ഈ സൈക്കാട്രി ഗുളിക ഇത് കിട്ടാത്ത അവസരത്തിൽ സൈക്കാട്രി ഗുളിക 2-3 എണ്ണം കഴിച്ചിട്ട് ഉറങ്ങുന്ന ഒരു പതിവ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വിയൂർ സബ് ജയിലിലാണ് അദ്ദേഹം കഴിഞ്ഞത്. 6 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പ്രധാനമായും ഈ ലഹരി കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിൽ പലരും മനോരോഗികളായി മാറുകയും അത്തരത്തിൽ മനോരോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ സഹിതം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.